യെസ് മകൾസ്, അപ്പോൾ സിമിലർ ട്രയാങ്കിൾ സദൃശ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് വളരെ ചെറിയ ടൈം കൊണ്ട് തന്നെ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങൾ ഇവിടെ സ്ഥിരമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാത്സിൽ നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ ഏതാണ് ചാപ്റ്റർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് കടക്കാം. അതായത് സിമിലർ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സദൃശ ത്രികോണങ്ങൾ. എന്താണ് സദൃശ ത്രികോണങ്ങൾ? കാണാൻ ഒരുപോലെയുള്ള ത്രികോണം ട്രയാങ്കിൾസിനെയാണ് സിമിലർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സദൃശ ത്രികോണം എന്ന് പറയുന്നത്. ആൻഡ് ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എല്ലാം മറ്റേ ട്രയാങ്കിളിൻ്റെ ആംഗിൾസിന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഒരു സിമിലർ ആണെന്ന്. ഓക്കെ, അപ്പം ഞാനിവിടെ നോക്കുമ്പോൾ സാറേ ഇവിടെ 30-50 ഉണ്ട്, ഇവിടെയും 30-50 ഉണ്ട്. രണ്ട് ആംഗിളേ സെയിം ആയുള്ളൂ സാറേ. മൂന്നെണ്ണ ആയാലേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? സിമിലർ ആണ് എന്ന് പറയാൻ പറ്റൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടേ, ഈ ഒരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിളും മറ്റേ ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിളും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആവും. അതെങ്ങനെയാ സാറേ? നോക്കടാ, ഇവിടെ 30-യും 50-യും 80 ആയി. അപ്പോൾ ഇവിടെ എത്ര വരെ നിങ്ങൾ പറ? ടോട്ടൽ 180 വരണ്ടേ? അപ്പോൾ ഇവിടെ 100 അല്ലേ വരിക? അതുപോലെ തന്നെ ഇവിടെ 30-യും 50-യും 80 ആയി. അപ്പോൾ ഇവിടെ എത്ര വരിക? 100 അല്ലേ വരിക? അപ്പോൾ നോക്കി, രണ്ട് ആംഗിൾ സെയിം ആയാൽ മതി, മൂന്നാമത്തേത് ഓട്ടോമാറ്റിക്കലി സെയിം ആവും. സോ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എല്ലാം മറ്റേ ട്രയാങ്കിളിൻ്റെ ആംഗിൾസിന് ഈക്വൽ ആണെങ്കിൽ അവർ സിമിലർ ആണ് അല്ലെങ്കിൽ സദൃശമാണ്. ഇനി സദൃശമായി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഒക്കെ ഒരേ രീതിയിൽ ചേഞ്ച് ചെയ്യും. അതായത് തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങളൊക്കെ ഒരേ രീതിയിൽ മാറും. ഇപ്പം നിങ്ങൾ നോക്കി, ഇവിടെ 50-ക്ക് ഓപ്പോസിറ്റ് 4 ആണ്, ഇവിടെ 50-ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. സോ ഇവർ തമ്മിൽ എന്താ ബന്ധം നോക്കുക. 2 എങ്ങനെ 4 ആയി? സാറേ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ്. അപ്പോൾ ഇതേ മാറ്റമാണ് എല്ലാ സൈഡിനും ഉണ്ടാവുക. അതായത് ഇവിടെ ഇപ്പം 30-ക്ക് ഓപ്പോസിറ്റ് 3 അല്ലേ, ഇവിടെ 30-ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും വരിക? നിങ്ങൾ പറ. ഈ 3നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ സൈഡ് കിട്ടുക? സാറേ ഇത് സെയിം 2 കൊണ്ട്. അപ്പോൾ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 6 ആണെന്ന് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ 100-ന് ഓപ്പോസിറ്റ് 4 അല്ലേ, ഇവിടെ 100-ന് ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും വരിക? ഈ 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എത്ര? 8 സെൻറ്റിമീറ്ററിന് കിട്ടും. കണക്ഷൻ മനസ്സിലായല്ലോ? അപ്പോൾ രണ്ട് ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും സെയിം ആണെങ്കിൽ അവർ സിമിലർ ആണ് ആൻഡ് സൈഡ്സ് ഒക്കെ ഒരേ രീതിക്ക് മാറും. ഇനി അതേ പോയിന്റ് തിരിച്ചിട്ടുന്നത്, രണ്ട് ട്രയാങ്കിൾ അവരുടെ സൈഡ്സ് ഒക്കെ ഒരേ രീതിക്ക് മാറുകയാണെങ്കിൽ അവർ സിമിലർ ആണ്, സദൃശമാണ്. അപ്പം നിങ്ങൾ നോക്കി, ഇവിടെ സൈഡ്സ് ഒക്കെ ഒരേ രീതിക്കാണോ മാറിയത്? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 6 ഉണ്ട് 3 ടൈംസ്. അല്ലെ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 12 ഉണ്ട് 6 ടൈംസ്. ഏതായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാകുക? നമുക്ക് നോക്കാം. ഇവിടെ 2-ഉം ഇവിടെ 12-ഉം, അപ്പോൾ ഇൻറ്റു 6 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ ഇൻറ്റു 6 18 ഉണ്ടോ? ഇല്ല. ഇവിടെ 4 ആണെങ്കിൽ ഇൻറ്റു 6 എത്ര 24 ഉണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയല്ല കണക്ഷൻ പോയേ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 6 ഉണ്ട്, എത്ര ടൈംസാ? 3 ടൈംസ്. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 9 ഉണ്ട്, എത്ര ടൈംസാ? 3 × 3 3 ടൈംസ് ആണ്. അതുപോലെ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ എന്തുണ്ട്? 12 ഉണ്ട്, കണ്ടോ? 3 ടൈംസ്. എല്ലാ സൈഡും എന്തായി? 3 ടൈംസ് ആയി. വിച്ച് മീൻസ് എല്ലാ സൈഡും ഒരേ തോതിൽ അല്ലെങ്കിൽ ഒരേ രീതിയിൽ ചേഞ്ച് ആയി, ഒരേ സ്കെയിൽ ഫാക്ടർ ആണ് എന്നൊക്കെ പറയും. ഇതിനെയാണ് നമ്മൾ സ്കെയിൽ ഫാക്ടർ അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ തോത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരേ രീതിക്ക് മാറിയാലും ഇവരെന്താണ്? സിമിലർ ആണ് അല്ലെങ്കിൽ സദൃശമാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇപ്പോൾ അറിയാം ഇവർ സിമിലർ ആണ്, സദൃശമാണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളിലെ ഏതൊക്കെ ആംഗിൾസ് ആയിരിക്കും ഈക്വൽ നിങ്ങൾക്കറിയോ? ഏതൊക്കെ സൈഡ് തമ്മിലാണോ കണക്ഷൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആയിരിക്കും ഈക്വൽ. ഇപ്പം നിങ്ങൾ നോക്കി, 3-യും 9-ഉം തമ്മിലാണ് കണക്ഷൻ. അപ്പോൾ 3ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും 9ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ആയിരിക്കും ഈക്വൽ. അതുപോലെ തന്നെ 4-ഉം 12-ഉം തമ്മിലാണ് കണക്ഷൻ. അപ്പോൾ 4ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു ആംഗിളും അതുപോലെ തന്നെ 12ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ആയിരിക്കും ഈക്വൽ. ഇത് രണ്ടും ആയിരിക്കും ഈക്വൽ. ഇനി നിങ്ങൾ നോക്കി, ഏതാ ഇനി കിട്ടാനുള്ളത്? ഇതില്ലേ, ഇവിടെ 2-ഉം 6-ഉം തമ്മിലാണ് കണക്ഷൻ. അപ്പോൾ 2ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും 6ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ആയിരിക്കും ഈക്വൽ. സോ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ രണ്ട് ട്രയാങ്കിളിലെ ആംഗിൾസ് എല്ലാം സെയിം ആയി കഴിഞ്ഞാലും സിമിലർ ആവും, സൈഡ്സ് ഒരേ രീതിക്ക് മാറിയാലും സിമിലർ ആവും. ഇനി വേറൊരു കണ്ടീഷനും കൂടി ഉണ്ട് സിമിലർ ആവാനുള്ള. അതായത് രണ്ട് സൈഡ് ഒരേ രീതിക്ക് മാറുക, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ സെയിം ആകുക. ഇപ്പം നിങ്ങൾ നോക്ക്, ഈ രണ്ട് ട്രയാങ്കിൾസ്, ഒന്നിതാ ഇത്, അതുപോലെ തന്നെ ഒന്നിതാ ഇതും. ഓക്കെ, സോ ഇവിടെ നോക്ക് നിങ്ങൾ, ചെറുതിൻ്റെ ഈ സൈഡ്, ചെറിയ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് 6 ആണ്, വലിയ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് എന്താ? 9 ആണ്. അതായത് 6ൻ്റെ പകുതിയും കൂടി ആഡായി. 6നെ എന്താണ്? 1.5 കൊണ്ട് ഗുണിച്ചു അല്ലേ? 6നെ 1.5 കൊണ്ട് ഗുണിച്ചോ? നിങ്ങൾക്ക് 6 × 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1.5 എത്ര? 6 × 1.5 എന്ന് പറഞ്ഞാൽ 9 സെൻറ്റിമീറ്റർ. അപ്പോൾ
ചെറുതിൻ്റെ ഒരു സൈഡ് 6 ആയിരുന്നു, വലുതിൻ്റെ ഒരു സൈഡ് എന്താ അതിന് 1.5 കൊണ്ട് ഗുണിച്ച്, അപ്പോൾ എത്രയായി 6 + 3 9 ആയി വലുതിൻ്റെ ഒരു സൈഡ്. അതുപോലെ തന്നെ ചെറുതിൻ്റെ ഒരു സൈഡ് 4 ആയിരുന്നു, വലുതിൻ്റെ ഒരു സൈഡ് എത്ര 4 + 2 6 ആണ്. ആ 4 എങ്ങനെയാണ് 6 ആയത്? 4ൻ്റെ 1.5 ഇരട്ടിയാണ് എന്ത് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ട്രയാങ്കിളും നോക്കുമ്പോൾ രണ്ട് സൈഡ് ഒരേ രീതിക്ക് മാറി കണ്ടോ. ഇതിൻ്റെ 1.5 മടങ്ങ് ഇത്, ഇതിൻ്റെ 1.5 മടങ്ങ് ഇത്. ആൻഡ് അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ രണ്ടെണ്ണത്തിലും കോമണും. അങ്ങനെയെങ്കിലും നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ് സിമിലർ ആണ് അല്ലെങ്കിൽ സദൃശമാണെന്ന്. അപ്പം ഞാൻ ഇവനക്കൊക്കെ പേര് കൊടുക്കുകയാണെങ്കിൽ CDE എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും കണക്ഷൻ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരേ രീതിക്ക് 2 ടൈംസ് ആവുന്നത് 3 ടൈംസ് ആവുന്നത്, അതായത് ഒരേ റേഷ്യോ എന്നുള്ളതിനെ നമുക്ക് അങ്ങനെയും പറയാം. അതായത് ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡൊക്കെ ഒരേ രീതിക്കാണ് മാറുക എന്നും പറയാം, ഒരേ റേഷ്യോ അംശബന്ധമാണെന്നും പറയാം. അപ്പോൾ ഒരേ അംശബന്ധം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ലടാ, അതായത് ഇവിടെ ഇപ്പം പിന്നെ ഈ ഒരു ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആരാ BC ആണ്, ആൻഡ് വലിയ ട്രയാംഗിളിൽ എക്ക് ഓപ്പോസിറ്റ് ആരാ DE ആണ്. അപ്പോൾ BCയും DEയും തമ്മിലുള്ള അതേ റേഷ്യോ ആണ് മറ്റ് ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡും തമ്മിലുണ്ടാകുക. ഉദാഹരണത്തിന് ഇവിടെ ഈ രണ്ട് ആംഗിൾസ് ആണല്ലോ ഈക്വല്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരാണ് ചെറിയ ട്രയാംഗിളിൽ? AC ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരാ? CE എന്ന് പറയരുത്, ഇത് വലിയ ട്രയാംഗിൾ ആണ്. അപ്പോൾ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആരാ? AE. അപ്പോൾ ACയും നോക്കി, ചെറിയ ട്രയാംഗിളിലെ ഇതിന് ഓപ്പോസിറ്റ് ആരാ? AC. വലിയ ട്രയാംഗിളിലെ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആരാ? AE. അപ്പോൾ ACയും AEയും തമ്മിൽ എന്തായിരിക്കും? ഇതേ അംശബന്ധമായിരിക്കും, AC/AE. ഇങ്ങനെ നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഈ രണ്ട് ആംഗിൾസ് അല്ലേ നമുക്ക് ഈക്വൽ ആയിട്ട് വരുന്നത്. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരുമ്പോൾ ചെറിയ ട്രയാംഗിളിൽ ഇതിന് ഓപ്പോസിറ്റ് AB ആണ്, വലിയ ട്രയാംഗിളിൽ ഇതിന് ഓപ്പോസിറ്റ് ആരാ? AD ആണ്. അപ്പോൾ ABയും ADയും തമ്മിൽ അതേ ബന്ധമായിരിക്കും എന്ന് നമുക്ക് പറയാം. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് കുറവാണ്, ആദ്യത്തെ രണ്ടെണ്ണമാണ് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വരാനുള്ളത് അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, രണ്ട് ട്രയാങ്കിൾ സിമിലർ സദൃശമായി കഴിഞ്ഞാൽ അവരുടെ സൈഡ് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടാവില്ലേ, അതേ കണക്ഷനാണ് അവരുടെ ഹൈറ്റുകൾ തമ്മിൽ ഉണ്ടാകുക. ഇവിടെ നിങ്ങൾ നോക്കി, 2 6 3 ഇരട്ടിയായി, 3 9 3 ഇരട്ടിയായി, 4 12 3 ഇരട്ടിയായി. സൈഡ്സ് ഒക്കെ എന്തായി? 3 ടൈംസ് ആയി. സൈഡ്സ് ഒക്കെ 3 ടൈംസ് ആയി. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അവരുടെ സൈഡുകൾ തമ്മിൽ എന്താണോ കണക്ഷൻ, അതേ കണക്ഷനാണ് അവരുടെ ഹൈറ്റുകൾ തമ്മിൽ ഉണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഇപ്പം ഒരു എന്താ പറയുക 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഒരു 2.5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കും ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും നിങ്ങൾ പറ? ഈ ഒരു ഹൈറ്റ് എത്രയായിരിക്കും? സാറേ സൈഡ് തമ്മിൽ എന്താണോ കണക്ഷൻ അതേ കണക്ഷൻ ഹൈറ്റ് തമ്മിൽ, സൈഡൊക്കെ 3 ടൈംസ് ആയി, അപ്പോൾ ഹൈറ്റും എന്താവും 3 ടൈംസ് ആവും. അപ്പോൾ 2.5ൻ്റെ 3 ടൈംസ് ആണ് ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ 2.5 × 3 എത്രയാടാ വരിക? 6 7.5 അല്ലേ? 7.5 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് വരിക. അപ്പോൾ സൈഡ് തമ്മിൽ എന്താണോ കണക്ഷൻ സിമിലർ ട്രയാങ്കിൾ, അതേ കണക്ഷനാണ് ഹൈറ്റ് തമ്മിൽ. ഇനി സൈഡുകൾ തമ്മിൽ എന്താണോ കണക്ഷൻ, അതേ കണക്ഷൻ ആയിരിക്കും പെരിമീറ്ററുകൾ അല്ലെങ്കിൽ ചുറ്റളവുകൾ തമ്മിലുണ്ടാകുക. ഇതിൻ്റെ ചുറ്റളവ് ഇപ്പം 4 3 7 2 9 സെൻറ്റിമീറ്റർ അല്ലേ? അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ചുറ്റളവ് കൂട്ടി നോക്കാതെ നിങ്ങൾക്ക് പറയാൻ പറ്റണം. കൂട്ടി നോക്കാതെ നിങ്ങൾ പറ. സാറേ സൈഡ്സ് ഒക്കെ 3 ടൈംസ് ആണ് ആയത്, അപ്പോൾ പെരിമീറ്ററും 3 ടൈംസ് ആവും. ഇതിൻ്റെത് 9 ആണെങ്കിൽ ഇതിൻ്റെ എന്താ 9 × 3 27 സെൻറ്റിമീറ്റർ ആവും ഇതിൻ്റെ പെരിമീറ്റർ. സംശയം ഉണ്ടെങ്കിൽ കൂട്ടി നോക്ക്. 9 6 15, 15 12 27. കറക്റ്റ് അല്ലേ? സോ ഹൈറ്റുകൾ തമ്മിൽ സൈഡുകൾ തമ്മിൽ അതേ കണക്ഷനാണ് പെരിമീറ്ററുകൾ തമ്മിൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏരിയകൾ തമ്മിൽ എന്താണ് കണക്ഷൻ. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയി കഴിഞ്ഞാൽ അവരുടെ ഏരിയകൾ തമ്മിൽ എന്താണ് കണക്ഷൻ? എടാ അപ്പോൾ നിങ്ങൾ പറയും ഓക്കെ സാർ സൈഡ്സ് ഒക്കെ എന്തായി 3 ടൈംസ് ആയി, അപ്പോൾ ഏരിയയും എന്താവും 3 ടൈംസ് ആവും. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഒരു 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ സാറേ ഇതിൻ്റെ ഏരിയ പരപ്പളവ് എന്തായിരിക്കും? സൈഡ്സ് ഒക്കെ 3 ടൈംസ് ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഏരിയ 6 ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ 6 × 3 18 ആണ് സാറേ. അവിടെയാണ് തെറ്റുക. സൈഡ്സ് തമ്മിൽ എന്താണോ കണക്ഷൻ അതേ കണക്ഷൻ അല്ല ഏരിയ തമ്മിലുള്ളത്. സൈഡ്സ് തമ്മിൽ എന്താണോ കണക്ഷൻ അതിൻ്റെ സ്ക്വയർ എടുക്കണം. അതായത് സൈഡ്സ് തമ്മിൽ 3 ടൈംസ് ആണെങ്കിൽ ഏരിയ എന്താവും? 3ൻ്റെ സ്ക്വയർ 9 ടൈംസ് ആവും എന്ത് ഏരിയ. സൈഡ്സ് എന്താണ് 2 ടൈംസ് ആണ് ആവുന്നതെങ്കിൽ ഏരിയ എന്താവും? 2ൻ്റെ സ്ക്വയർ 4 ടൈംസ് ആവും. ഈ ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തേക്കുക. അപ്പോൾ സൈഡ് 3 ടൈംസ് ആണ്, ഏരിയ 9 ടൈംസ് ആവും. ഓക്കെ, അപ്പോൾ ഏരിയ ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 6 × 3 ആണോ? അല്ല, 6 × 3ൻ്റെ സ്ക്വയർ. അപ്പോൾ 6 × 9 എത്രയാടാ? 50
cm². ഓക്കെ ആണല്ലോ? ഇതാണ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. ഇനി നിങ്ങളോട് ഈ ഒരു രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. അതായത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ വശങ്ങളുടെ സൈഡ്സിൻ്റെ ഒക്കെ ഒരു എന്താണ് 1.5 ടൈംസ് അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡ്സിൻ്റെ ഒക്കെ എത്ര ടൈംസ് ആപ്പെടണ്ടേ? ഓക്കെ, ഇത് 6 cm ആണെന്ന് വിചാരിക്കും. ഇതിൻ്റെ സൈഡ്സിൻ്റെ ഒക്കെ 1.5 ടൈംസ് ഉള്ള ഒരു ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കണം. പക്ഷേ ആംഗിൾസ് മാറരുത്. ഇത്രയേ ഉള്ളൂടാ. ഈ ട്രയാങ്കിളിനെ അങ്ങോട്ട് മാറ്റി വരയ്ക്കണം. അപ്പം എല്ലാ വശങ്ങളും എന്താവണം? 1.5 മടങ്ങ് 1.5 ടൈംസ് ആവണം. പക്ഷേ ആംഗിൾസ് മാറരുത്. അതെങ്ങനെയാണ് വരയ്ക്കാം സാറേ? അത് വളരെ സിമ്പിളാണ്. ഈ സൈഡ് ഇപ്പോൾ 6 ആണല്ലേ, ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുമ്പോൾ 6 ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല. ഇതിൻ്റെ 6 ആണോ ഉണ്ടാവേണ്ടേ? അല്ല, ഇതിൻ്റെ 1.5 ടൈംസ് ഉണ്ടാവണം അല്ലേ? ഇത് ഞാൻ അങ്ങോട്ട് മാറ്റി വരയ്ക്കുമ്പോൾ ഈ 6ൻ്റെ 1.5 ടൈംസ് ഉണ്ടാവണം അവിടെ. അപ്പം ഞാനൊന്ന് നോക്കുക. 6ൻ്റെ 1.5 ടൈംസ് പറഞ്ഞാൽ 6 × 1.5 അല്ലേ? എത്ര? 9 cm അല്ലേ? 1.5 എന്ന് പറഞ്ഞാൽ എന്താ? 3/2. അപ്പോൾ 6 × 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 6/2 3 ആണ്. അപ്പോൾ 3 × 3 9 cm. അപ്പം ഞാൻ ഈ സൈഡ് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുമ്പോൾ എത്ര വരണം? 9 cm വരണം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഈ സൈഡ് എന്താക്കി? 9 cm ആക്കി ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ ഇതിൻ്റെ 1.5 ഇരട്ടിയായി ഇവിടെ. 1.5 ടൈംസ് ആവണം എന്നാണ് നമ്മളോട് പറഞ്ഞത്. 1.5 ടൈംസ്. പക്ഷേ ആംഗിൾസ് എന്താവണം? സെയിം. ആംഗിൾസ് സെയിം. കോണുകൾ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞത്. റെഡി? അപ്പോൾ ഇത് ഞാൻ ഇങ്ങോട്ട് വരച്ചു. എല്ലാ സൈഡും 1.5 ടൈംസ് ആണ്. പക്ഷേ ഈ സൈഡ് എത്രയാണെന്ന് അറിയൂല സാറേ. അറിഞ്ഞിക്കെങ്കിൽ അതിൻ്റെ 1.5 ടൈംസ് വരയ്ക്കാനു. അതുകൊണ്ട് ഇതും എത്രയാണെന്ന് അറിയൂല. അറിഞ്ഞിക്കെങ്കിൽ അതിൻ്റെ 1.5 ടൈംസ് വരയ്ക്കാനു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെന്താണ് ചെയ്യുക? നിങ്ങൾ പറ. നിങ്ങൾ എന്ത് ചെയ്യുക? ആംഗിൾ സെയിം ആയിട്ട് അങ്ങ് വരയ്ക്കുക. ഇവിടെ ഇപ്പോൾ ആംഗിൾ 30, ഇവിടെ 40. ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്, ഇവിടെ പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുന്നത്, 30 ഡിഗ്രിയിൽ ഒരു കുത്തിടുന്നത്, എന്നിട്ട് ഞാൻ നേരെ അങ്ങ് പോകുന്നത്. അപ്പോൾ ഇത് എത്രയായി? 30 ഡിഗ്രി. ഓക്കെ, അടുത്ത ആംഗിൾ എത്ര? 40 ആണ് വരേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ പ്രൊട്രാക്ടർ വെക്കുന്നത് 40 ഡിഗ്രിയിൽ ഒരു കുത്തിടുന്നത്, നേരെ അങ്ങ് പോകുന്നത്. അപ്പോൾ ഈ ആംഗിൾ എത്ര? നിങ്ങൾ പറ. 40 ഡിഗ്രി. ഓക്കെ, ആൻഡ് ഇത് 30യും 40യും എത്രയായി? 70. അപ്പോൾ ഇതെത്ര? 110. ടോട്ടൽ 180 വരണ്ടേ? അതുപോലെ തന്നെ ഇവിടെ 70. അപ്പോൾ ഇത് 110. നിങ്ങൾ നോക്കി, ഞാൻ പറയും ഇതാണ് ആൻസർ എന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഹൗ ഇസ് ഇറ്റ് ഈവൻ പോസിബിൾ എന്ന്. അതായത് എങ്ങനെ സാറേ അത് നടക്കുക? എല്ലാ സൈഡും 1.5 മടങ്ങാണെന്ന് പറഞ്ഞിട്ട് സാർ ഒരു സൈഡ് മാത്രമേ വരച്ചിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുക സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ഇതിൻ്റെ ആംഗിൾസും സെയിം അല്ലേ? വിച്ച് മീൻസ് ഇത് സിമിലർ, സദൃശ്യമല്ലേ? ആണ്. സദൃശ്യമായി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഒരു സൈഡ് മാറുന്ന മാതിരി എല്ലാ സൈഡും മാറൂലേ? മാറും സാർ. ഓൾറെഡി ഈ ഒരു സൈഡ് എങ്ങനെയാണ് മാറിയത്? ഇൻറ്റു 1/2 അല്ലേ? അല്ല, ഇൻറ്റു 1/2 അല്ലെങ്കിൽ ഇൻറ്റു 3/2. 1.5 മടങ്ങാണ് ആയത് അല്ലേ? 1.5 മടങ്ങാണ് ആയത്. 1.5 മടങ്ങല്ലേ ആയത്? ആണ്. അങ്ങനെയെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്? എല്ലാ സൈഡും 1.5 മടങ്ങായിട്ടുണ്ടാവും. ഇതിൻ്റെ 1.5 ആണ് ഇവിടെ ഉണ്ടാകുക, ഇതിൻ്റെ 1.5 ആണ് ഇവിടെ ഉണ്ടാകുക. ഒറ്റ പ്രാവശ്യം കൂടി. സാർ ഓൾറെഡി ഇത് രണ്ടും ആംഗിൾസ് സെയിം ആയതുകൊണ്ട് സിമിലർ അല്ലേ? ആണ്. അങ്ങനെയെങ്കിൽ എല്ലാ സൈഡും മാറുന്ന ഒരേ രീതിക്കായിരിക്കും. ഓൾറെഡി ഈ സൈഡ് 1.5 ഇരട്ടി ആയത്. അപ്പോൾ ഈ സൈഡും ഒക്കെ 1.5 ഇരട്ടിയായി. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ശ്രദ്ധിച്ചാൽ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ആൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊരു സബ്ജക്റ്റാണ്, ഏതൊരു പ്രശ്നമാണ് ഏതൊരു ചാപ്റ്ററാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും കൂടി എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു 3 ചാപ്റ്ററിൻ്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് മറ്റു വീഡിയോസിലേക്കൊക്കെ പോകാം. ആൻഡ് മാത്സ് പേടിയുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിടുക. കാരണം ക്രിസ്മസ് എക്സാം നമുക്ക് അടിച്ച് പൊളിക്കണം. യു ക്യാൻ. നിങ്ങൾക്കത് പറ്റും, ഉറപ്പുള്ള കാര്യം. സോ സീ യു. ബൈ.